വെള്ളാപ്പള്ളി പറഞ്ഞല്ലോ, ഈ പെന്തക്കോസ്തുകാർ പണം കൊടുത്തിട്ടാണ്, പണവും കഞ്ഞിയും ഒക്കെ കൊടുത്തിട്ടാണ് അവർ മതപരിവർത്തനം ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു അന്വേഷണം നടത്തി. ഈ വെള്ളാപ്പള്ളി പറഞ്ഞതിൻ്റെ അകത്ത് ഈഴവ കമ്മ്യൂണിറ്റിയിൽ ഈ പണം കൊടുത്താണോ ഈ പെന്തക്കോസ്തുകാർ മതപരിവർത്തനം നടത്തുന്നത്? അറിയാൻ സാധിച്ചത്, നമ്മുടെ വെള്ളാപ്പള്ളി നടേശന്റെ ഭാര്യയുടെ സഹോദരി കുടുംബമായിട്ട്, അറിയാമല്ലോ എത്ര പേര് കാണും, വലിയൊരു കുടുംബം, അവർ പെന്തക്കോസ്ത് സഭയില്. അപ്പൊ ഇവർക്കൊക്കെ പണം കൊടുത്തിട്ടാണോ അവർ പെന്തക്കോസ്ത് സഭയിൽ പോയത്? പിന്നെ കുറച്ചും കൂടെ അകത്തോട്ട് കയറി മനസ്സിലാക്കി, വെള്ളാപ്പള്ളി നടേശന്റെ ഫസ്റ്റ് കസിൻ, സെക്കൻഡ് കസിൻ എന്നൊക്കെ പറയുന്ന 18ഓളം പേര് പെന്തക്കോസ്തുകാരെ. ഇവരൊക്കെ പണം കൊടുത്തിട്ടാണോ പോയത്? ഇവരൊക്കെ ദരിദ്രമുള്ളവരാണോ? അതാ പറയുന്നത്, പുള്ളി ചുമ്മാ വെറുതെ വിടുവാത്തരം പറഞ്ഞു കൂട്ടുകയാണ്. വെറുതെ ഒരു സംഭവം എടുത്തിട്ടു. ഇതിനെപ്പറ്റി അന്വേഷണം ഞാൻ വീണ്ടും നടത്തി. കടിച്ചുകുളങ്ങരയുള്ള അവിടെ ഭൂരിഭാഗം നിങ്ങൾക്കറിയാം ഈഴവ കമ്മ്യൂണിറ്റി ഉള്ളവരാണ്. വെള്ളാപ്പള്ളി അയൽവാസികളും അവിടെയുള്ള സംഭവങ്ങളും ബന്ധുക്കളും അകന്ന ബന്ധുക്കളും. ഇവരേറ്റവും കൂടുതൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം പോകുന്ന സ്ഥലം എവിടാ നിങ്ങൾ കണ്ട് മനസ്സിലായിക്കോണം, ഈ നമ്മുടെ ഈ കൃപാസന അച്ഛൻ്റെ അടുത്ത്. അപ്പൊ ഇവരെല്ലാം ഈ കൃപാസന അച്ഛനെ, ഞാൻ ഈ കൃപാസന അച്ഛനെ ഞാൻ പിന്തുണയ്ക്കുന്ന ആളല്ല. കാരണം അച്ഛൻ പറയുന്ന ഇതിന്റെ പേപ്പറിൽ ഇരുന്ന് കഴിഞ്ഞാൽ കൃപാസനം വലുതാണ്. കാരണം ഇങ്ങനെയുള്ള സൂപ്പർട്ടീഷ്യസ് ആയിട്ടുള്ള കാര്യത്തിലൊന്നും ഞാൻ വിശ്വസിക്കുന്ന ഒരാളൊന്നും അല്ല. സോ ഐ ബിലീവ് ഇൻ ഗോഡ്. അന്ധവിശ്വാസവും പരിപാടിയൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പം എന്റെ ചോദ്യം, ഈ കൃപാസനം അച്ഛൻ ഈ പറയുന്ന അവിടെയുള്ള ഈഴവ കമ്മ്യൂണിറ്റിയുള്ള കുറഞ്ഞ, നിങ്ങൾ മനസ്സിലാക്കണം, ആ ഭാഗത്തുള്ള ഈഴവ കമ്മ്യൂണിറ്റി അവര് മിഡിൽ ക്ലാസ് ആണ്. അവര് ബിലോ മിഡിൽ ക്ലാസ് അല്ല അവിടുത്തെ ആ കണിച്ചുകുളങ്ങര ആ ഭാഗത്തുള്ള. കാരണം അവര് ബിസിനസ്സുകാരും ജോലിക്കാരും എഡ്യൂക്കേറ്റഡ് ക്ലാസ്. ഇവരെല്ലാം 500-2000 രൂപയ്ക്ക് കഞ്ഞി മേടിക്ക് കുടിക്കാനും ഒക്കെ ആയിട്ട് മതം മാറിയതാണോ? ഇവരെല്ലാം ഫസ്റ്റ് ജനറേഷൻ ക്രിപ്റ്റോ ക്രിസ്ത്യൻസ്. ഞാൻ വാക്ക് ഉപയോഗിച്ചില്ലയോ? അതാണ് കൂടുതലും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ കേരള റിവൈവല് പെന്തക്കോസ്റ്റിന്റെ ആ സംഭവത്തെ പറ്റിയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം പല ആൾക്കാരും ഇതിന്റെ താഴെ നേരത്തെ വീഡിയോയിൽ കമന്റ് ചെയ്തിരുന്നു. ഞാനിത് പറയും, ഞാൻ കേരളത്തിന്റെ സോഷ്യോളജി, ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലെ സോഷ്യോളജി ഒരു ഇന്റർനാഷണൽ ടീമിന് വേണ്ടി പഠിക്കാൻ വേണ്ടി ഞാൻ റിസർച്ച് ചെയ്തതാ. അതിനകത്ത് ഞാൻ ഈ കേരള റിസർച്ച് ചെയ്തപ്പോൾ ഞാൻ തന്നെ പേടിച്ചു പോയി. അതായത് കേരളത്തിലും